സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 7 വർഷം. ഇത് മാക്സിമം ഇതിനകത്ത് ഒഫൻസ് 5 വർഷം പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസസേ ഉള്ളൂ. എന്തിനാണ് അത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അതാ ഒരു സമയം വരും ആളുകൾ വളരെ വളരെ ആരോഗ്യ പ്രശ്നമുണ്ട് അങ്ങേരുടെ. സാറേ ഒരു പറയട്ടെ, ഞാൻ കേസിനെ സംബന്ധിച്ച് ഒരു കാര്യവും പറയുന്നു. കേസിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല, കോടതിയിൽ പെൻഡിങ് ആണ്. ഇന്ന് നടന്ന സംഭവം നടന്നു കഴിഞ്ഞത് കൊണ്ട് പറയുകയാണ്. ആരോഗ്യ പ്രശ്നം, ബാക്ക് പെയിൻ ഉണ്ട് ഭയങ്കരമായിട്ട്, സ്പൈൻ ഇഞ്ചുറി ഉള്ളതാണ്, പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഗൻ അത് റിജക്റ്റ് ചെയ്യും ബോഡി. അപ്പോൾ ആ കാര്യങ്ങളാണ് കോടതി പറഞ്ഞ്. കോടതി അതിന് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നും എല്ലാ 24 മണിക്കൂറിലും ഡോക്ടറെ കാണിക്കണം എന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി സൗകര്യങ്ങൾ മെഡിസിൻസ് കൊടുക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡി വന്നത് കാരവൻ പോയി കാണിക്കണമെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് 354-ലും 353-ലും എന്താ 354-ൽ എന്ത് കസ്റ്റഡിയാണ് ചോദിക്കുന്നത്, എന്ത് റിക്കവർ ചെയ്യാൻ, ഒന്നും റിക്കവർ ചെയ്യാനില്ല. അപ്പോൾ അവർക്ക് അത് കാണിക്കണം, അത് മാത്രമേ ഉള്ളൂ. ശനി ഞായറും അത് തിങ്കളാഴ്ച പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മൺഡേ പ്രൊഡ്യൂസ് ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച. അത് കസ്റ്റഡി ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബെയിൽ ആപ്ലിക്കേഷൻ. ഉറപ്പല്ല, ഞാൻ എൻ്റെ ഒപ്പീനിയൻ അല്ല, സുപ്രീം കോടതിയുടെ ഒപ്പീനിയനാണ്. സുപ്രീം കോടതി പറഞ്ഞ 7 വർഷം വരെയുള്ള ശിക്ഷയ്ക്ക് അറസ്റ്റ് വേണ്ട, അത് ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ വല്ല ഞാൻ ഫ്ലൈറ്റ് റിസ്ക് ഉണ്ടാവണം, വല്ല പറന്നു പോകുന്നു, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ഇപ്പോഴല്ല, ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തുകയാണ്. അതിനുശേഷം എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കും. പ്രിലിമിനറി സ്റ്റേജ് ആണ്. അവർ തന്നെ കണ്ടുപിടിക്കുകയാണ്, സത്യസന്ധമായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ലെറ്റ് us hope for the best.